ഹായ് ഫ്രണ്ട്സ്, ടിക്ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലെറ്റർ ബീഡ്സും സാധാരണ ബീഡ്സും വെച്ചുള്ള ഹെയർ ബോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു ബോ വേണം, കമ്പി കൊണ്ടുള്ള, പിന്നെ ലെറ്റർ ബീഡ്സ് വേണം, അതേതായാലും മതി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറിലുള്ള ബീഡ്സാണ്. അതിനു മുമ്പായി നമുക്ക് ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഒരു പുതിയ ചാനലായതുകൊണ്ട് തന്നെ യൂട്യൂബിലൊക്കെ പ്രൊമോട്ടായിട്ട് വരാനുള്ള സാധ്യതകൾ തുലവും കുറവാണ്. അപ്പോൾ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇതിനകത്ത് എപ്പോഴും നോട്ടിഫിക്കേഷനായിട്ട് ഇത് വരും. ഞാൻ ആദ്യം ഇടുന്നത് ലെറ്റർ ബീഡ് ഒരെണ്ണം, ആദ്യമേ ഒരു മഴത്തുള്ളിയുടെ ബീഡ്സ് ഇടും. അത് അവിടെ ഒട്ടിച്ച് വെക്കും ഗം വെച്ച്, അല്ലെങ്കിൽ ഊരിപ്പോരുമല്ലോ. ജസ്റ്റ് കമ്പി കൊണ്ടുള്ളൊരു റായാണ്, അതുകൊണ്ട് അതങ്ങനെ ഊരിപ്പോവും. അതുകൊണ്ട് നമ്മളൊരു ആദ്യമേ തന്നെ മഴത്തുള്ളി തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ബീഡ്സ്, സാധാരണ മഴത്തുള്ളി പോലുള്ള ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ കൂടെ ഗമ്മ് തേച്ച് ഒട്ടിച്ച് വെക്കുന്നു. അതിന് ശേഷം ഓരോരോ ബീഡ്സ് ഇട്ട് കൊടുക്കണം. ആദ്യം ചെയ്യുന്നത് ലെറ്റർ ബീഡ്സ് ഇടുന്നു. അതിന് ശേഷം 2 ചെറിയ 4mm ബീഡ്സ് ആയതുകൊണ്ട് ചെറിയ മുത്തുകളാണ്, തീരെ ചെറുതല്ല, 4-ൻ്റെ. അപ്പം അത് 2 എണ്ണം വെച്ച് ഇട്ട് കൊടുത്താലേ കാണാനായിട്ടുണ്ടാകുകയുള്ളൂ. ലെറ്റർ ബീഡ്സ് അത്ര വലിപ്പമുള്ളതൊന്നുമല്ല. അങ്ങനെ ചില ബീഡ്സൊക്കെ ആണെങ്കിൽ അതിനകത്തോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പെയിൻ്റ് അടിക്കുന്നതിൻ്റെ കളറിൽ മുക്കുന്നതാണോ പോളിഷ് ചെയ്യുന്നതാണോ എന്നറിയത്തില്ല, അതിൻ്റെ ഹോളിലൊക്കെ ഇങ്ങനെ ആ കളറ് കയറി അടഞ്ഞിരിക്കും. അപ്പം നമ്മളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കോർക്കാനൊക്കെ. നമ്മളൊരു ലെറ്റർ ബീഡ്സ് ആദ്യം കോർക്കും, പിന്നെ അടുത്ത 2 ചുമന്ന ബീഡ്സ് കോർക്കും. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള ആണ്. ഞാൻ വെള്ളയുടെ നന്നായിട്ട് ചെയ്ത് മാച്ചാവുന്നത് ചുവപ്പായതുകൊണ്ടാണ്. അങ്ങനെ കോർത്ത് അവസാന ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ്. അവസാന ഭാഗത്തെത്തുമ്പോൾ നമ്മൾ മഴത്തുള്ളി പോലുള്ള ഒരു ബീഡ്സ് കൂടെ അതിൻ്റെ അകത്ത് കോർക്കാൻ പാകത്തുള്ള സ്ഥലം ഇട്ടിട്ട് വേണം ബാക്കി നമ്മൾ കോർക്കാനായിട്ട്. ഇതുപോലെ കോർത്തിട്ട് ഗമ്മ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ നേരത്തെ ചാനലിൻ്റെ പേര് സ്വപ്ന ഫാഷൻസ് എന്നായിരുന്നു, പക്ഷെ അത് ഞാൻ മാറ്റി ടിക്ടാക് ബ്യൂട്ടി ക്രിയേഷൻസ് എന്നാക്കി. കാരണമുണ്ട്. അത് ഒരുപാട് സ്വപ്നാസ് എന്ന് പറയുന്ന ഒരുപാട് ചാനലുകൾ ഈ ക്രാഫ്റ്റ് വർക്ക്, സ്റ്റിച്ചിങ്, ജ്വല്ലറി മേക്കിംഗ് അല്ലാതെ തന്നെ ഒരുപാടുണ്ട്. അപ്പം ആരെങ്കിലും സെർച്ച് ചെയ്താൽ പോലും ഈ ചാനലിൻ്റെ പേര് മുന്നോട്ട് വരത്തില്ല, പ്രൊമോട്ട് ചെയ്ത് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മാറ്റിയത്. അങ്ങനെ നമ്മൾ ബോയ് ഉണ്ടാക്കി കഴിഞ്ഞു. ക്രിസ്തുമസിനൊക്കെ വെള്ളയും ചുവപ്പും ഒക്കെയാണല്ലോ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. സ്കൂളുകളിലൊക്കെ ആണെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പോഴൊക്കെ വെള്ളയും ചുവപ്പും ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനതുകൊണ്ടാണ് കൂടുതലും. ഇനി നമുക്കതിനൊരു അലിഗേറ്റർ ക്ലിപ്പ് കൂടെ ഉണ്ടാക്കണം. 2 ചെറിയ അലിഗേറ്റർ ക്ലിപ്പ്, അതിന് 3 രൂപയുടെ അലിഗേറ്റർ ക്ലിപ്പാണ്. അത് നമ്മളെടുത്ത് 2 എണ്ണം വേണം. എടുത്ത് ആ റിബൺ എടുക്കുന്നു. നമ്മൾ റിബൺ എടുക്കുമ്പം അലിഗേറ്റർ ക്ലിപ്പിന് എത്ര വലിപ്പമുണ്ടോ അതിൻ്റെ 4 ഇരട്ടി എടുക്കണം. ഞാൻ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ നീളം എത്രയുണ്ടോ
അത് 4ആയിട്ട് അങ്ങനെ മടക്കിയാൽ എത്ര നീളം വരുമോ അത്രയും നീളത്തിലെടുത്താലേ അലിഗേറ്റർ ക്ലിപ്പ് കവറായിട്ട് നമുക്ക് ആ ഓവറുള്ള ഭാഗം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിതിട്ടത് അതിൻ്റെ സൈഡൊന്ന് ബേൺ ചെയ്തിട്ട് പിന്നെ അത് 4ആയിട്ട് മടക്കി അകത്തുനിന്ന് ചെറുതായി സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. സ്റ്റെം സ്റ്റിച്ചിട്ടു. ഒന്നും ചെയ്തില്ലെങ്കിലും നൂല് വെച്ച് ത്രെഡ് വെച്ച് ടൈ ചെയ്താൽ മതി. പക്ഷേ ഞാനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ്. ഇച്ചിരി കട്ടിയുള്ള ഒരു റിബൺ ആയതുകൊണ്ട് ഈ സാറ്റിൻ റിബൺ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് മടങ്ങിയൊക്കെ ഇരിക്കാൻ. അപ്പം ടൈ ചെയ്താൽ അത് ഊരി പോകാതെ കറക്റ്റായിട്ട് മടങ്ങിയിരുന്നോളുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നന്നായിട്ട് ടൈ ചെയ്യുന്നു. 2-3-4 വട്ടം ടൈ ചെയ്തതിന് ശേഷം അതിലേക്ക് റെഡ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. 4 ബീഡ്സ് ഇട്ടാൽ മാത്രമേ അത് കവറായി വരത്തുള്ളൂ. 2 ലെയറായിട്ട് വേണേൽ ഇടാം, 1 ലെയറായിട്ട് ഇടാം. ഞാൻ 1 ലെയറേ ഇട്ടുള്ളൂ. എന്നിട്ട് അത് കോർക്കുകയാണ്. ടൈ ചെയ്യുന്നതേ ഉള്ളൂ. ടൈ ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു കെട്ടിടുക. അതിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബീഡ്സ് കോർക്കുന്നത്. നന്നായിട്ട് അത് ഊരി പോകത്തില്ല എന്ന് ബോധ്യം വരുത്തിയതിന് ശേഷമേ ബീഡ്സ് 4 എണ്ണം കോർക്കുന്നു. എന്നിട്ടത് വീണ്ടും ടൈ ചെയ്തതിന് ശേഷം നന്നായി ടൈ ചെയ്തതിന് ശേഷം വീണ്ടും അടിയിലൊന്ന് സ്റ്റിച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചിട്ട് കെട്ടിട്ട് വെക്കുകയാണ്. കെട്ടിട്ട് വെക്കും. നമ്മൾ സാധാരണ കെട്ടിടത്തില്ലേ തയ്ച്ചതിന് ശേഷം അതേപോലെ കെട്ടിട്ട് വെക്കുന്നു. പിന്നെ അത് ഊരി പോരത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഗമ്മുടെ ചിലർക്ക് പഫ് ഷീറ്റ് കൂടി ചിലർ ഒട്ടിച്ച് കൊടുക്കുക. ഞാനത് ഒട്ടിക്കുന്നില്ല. കാരണം അത് ചെറിയ അലിഗേറ്റർ ക്ലിപ്പായതുകൊണ്ട് അതിലോട്ട് ജസ്റ്റ് ഗമ്മ് തയ്ച്ച് നമ്മൾ അത് ഒട്ടിച്ച് ചേർക്കുന്നു. എത്ര നല്ല കമ്പനിയുടെ പ്രോഡക്റ്റാണെന്ന് പറഞ്ഞാലും നമ്മൾ സൂക്ഷിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കാതെ അത് കെയർലെസ് ആയിട്ട് എടുത്താൽ ഏത് നല്ല ക്വാളിറ്റിയുള്ള ഏത് പേരുകേട്ട കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും അത് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ കൊച്ചു കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് തലയിൽ വെച്ച് കൊടുത്തതിന് ശേഷം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അല്ല ഒരു 2-3 വയസ്സൊക്കെ കഴിഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. അവർ എടുത്ത് വായിലൊക്കെ ഇടും, കടിച്ചുറിക്കുകയൊക്കെ ചെയ്യും കൊച്ചു കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് വളരെ 2-3 വയസ്സ് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോകുന്ന സമയമായി പിന്നെ കുഴപ്പമില്ല, അവർ സൂക്ഷിച്ചോളും. നമ്മൾ ഗമ്മ് തേച്ച് അതിൽ ബീഡ്സ് ഒട്ടിക്കുന്നു. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് താങ്ക്സ്. ഒരു പുതിയ ചാനലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായം വളരെ ആവശ്യമാണ് ഇത് മുന്നോട്ട് പോകാൻ. നിങ്ങൾ ഓരോരുത്തരും വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണിലൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. നമ്മൾ മനോഹരമായ ബോയും ഉണ്ടാക്കി, ക്ലിപ്പും ഉണ്ടാക്കി ഇപ്പോൾ ഒരു സെറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.